ക്രാക്ഡ് ഫീറ്റ് അഥവാ കാൽപാതകൾ ഉപ്പൂറ്റിയോ വിണ്ടുകീറ് വിന്റർ സീസൺ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിനെ എങ്ങനെ തടയാൻ സാധിക്കും? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ബ്രീഫായിട്ട് ഒരു 2-3 പോയിന്റ് ഞാൻ പറയാം. ആദ്യമായിട്ട് കാൽപാദങ്ങളിലെ പ്രഷറും ഫ്രിക്ഷനും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് നമ്മുടെ കാൽപാദങ്ങളാണ്. എസ്പെഷ്യലി അമിതവണ്ണമുള്ളവർ ഒരുപാട് നേരം നിൽക്കുന്നതും നടക്കുന്നതും ഒഴിവാക്കണം. കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഫിറ്റിംഗ് ഉള്ള ഫുട്വെയർ യൂസ് ചെയ്യുക. ബെയർ ഫുട്ട് നടക്കുന്നത് ഒഴിവാക്കുക, എസ്പെഷ്യലി ഓൺ റഫ് സർഫസസ്. കാരണം അത് കൂടുതൽ സ്കിൻ ബിൽഡപ്പ് വരാനും ഭാവിയിൽ ക്രാക്സ് വരാനും കാരണമാകുന്നു. അപ്പോൾ ബേസിക്കലി അവോയ്ഡ് പ്രഷർ ആൻഡ് ഫ്രിക്ഷൻ ഓൺ യുവർ സോൾസ്. രണ്ടാമത്തെ പോയിന്റ് ഫുഡ് ക്ലെൻസിങ് അഥവാ ഫുഡ് ഹൈജീൻ. ഫുഡ് ഹൈജീൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുക എന്നുള്ളതല്ല. യൂസ് എ ജെൻറ്റിൽ ക്ലെൻസർ. കാരണം ഹാർഷ് സോപ്സ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സ്കിൻ ഡ്രൈ ആവുന്നു, കൂടുതൽ ക്രാക്സ് വരാൻ അത് കാരണമാകുന്നു. സോ യൂസ് എ ജെൻറ്റിൽ ക്ലെൻസർ ടു ക്ലെൻസ് യുവർ ഫീറ്റ്. മൂന്നാമത്തെ കാര്യം മോയ്സ്ചറൈസ് ചെയ്യുക. ക്രാക്സ് വരാനും സ്കിൻ കട്ടി വയ്ക്കുന്നതും തടയാനായിട്ട് നന്നായിട്ട് കാലിന് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഇപ്പോൾ വാസ്ലിൻ, പെട്രോളിയം ജെല്ലി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ, അലോവേര, ഇതൊക്കെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ സ്കിന്നിന് കട്ടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രാക്സ് വന്നു തുടങ്ങിയാൽ നമുക്ക് കുറച്ച് എക്സ്ഫോളിയേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സ് വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഷെഡ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ്, അതായത് യൂറിയ, ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ് എന്നീ മോളിക്യൂൾസ് അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കാലിലെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇളം ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം, കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ കുറച്ച് ഷാമ്പൂം യൂസ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് കാലിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം ഒന്ന് സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യണം. പലപ്പോഴും സ്കിന്നിന് കട്ടി വയ്ക്കുമ്പോൾ ആൾക്കാർ ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പാറപ്പുറത്തൊക്കെ ഇട്ടുമായിരിക്കും, അല്ലാതെ റഫ് സർഫസിലിട്ടായിരിക്കും. അത് കൂടുതൽ ട്രോമയും ഇൻഫ്ലമേഷനുമാണ് ഉണ്ടാക്കുന്നത്. സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാം, സോഫ്റ്റ് ലൂഫ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്യൂട്ടി ഷോപ്സിൽ കിട്ടുന്ന പ്യൂമിസ് സ്റ്റോൺ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുക. എന്നിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു കോട്ടൺ സോക്സ് വെച്ച് കവർ ചെയ്യാം. അത് മോയ്സ്ചറൈസേഴ്സ് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആവുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ഫീറ്റ് ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്നിട്ടും ക്രാക്ക് ഫീറ്റ് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കൺസൾട്ട് ചെയ്യുക. വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്.